നേതാവായിരുന്ന മധു മുല്ലശ്ശേരി ഇപ്പോൾ ഇതാ ബി.ജെ.പിയുടെ അംഗത്വം ഔദ്യോഗികമായി സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അരികിലിരുന്നു കൊണ്ട് അവർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മിഥുൻ മുല്ലശ്ശേരിയും അദ്ദേഹത്തിന്റെ ഏതാനും സഹപ്രവർത്തകരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഔപചാരികമായിട്ടുള്ള അംഗത്വം എടുക്കുകയാണ്. കേരളത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായി സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള ഒഴുക്കാണ് CPIM-ൽ നിന്ന് BJP-യിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ മധു മുല്ലശ്ശേരിയുടെ പാർട്ടി പ്രവേശം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനും മെമ്പറുമായിട്ടുള്ള ശ്രീ ബിബിൻ സി ബാബു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കുകയുണ്ടായി. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ നിന്ന് നിരവധി CPIM പാർട്ടി മെമ്പർമാർ ഇതിനോടകം തന്നെ ഞങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി അടക്കം പ്രമുഖമായിട്ടുള്ള ചുമതലകൾ വഹിച്ചിരുന്ന പല ആളുകളും കമ്മ്യൂണിസ്റ്റ് ബന്ധം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച് വരും ദിവസങ്ങളിൽ അവർ മുന്നോട്ട് വരുന്നതായിരിക്കും. CPIM-ന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ അപ്രസക്തമാവുകയാണ്. CPIM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ്. പിണറായിയിലെ പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബീജാവാപം നൽകിയത്. പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ CPIM-ന്റെ ഉദകക്രിയയും കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശയപരമായി ആ പാർട്ടി തകർന്നിരിക്കുന്നു. നയങ്ങളും നിലപാടുകളും ഇല്ലാത്ത ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രഖ്യാപിത നിലപാടുകളായിട്ടുള്ള വർഗസമരം, വിപ്ലവം, തൊഴിലാളി വർഗ സർവാധിപത്യം ഇതെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച അപജയം, ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച തകർച്ച വൈകാതെ കേരളത്തിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് പാർട്ടി വിട്ടു വരുന്നവരാരും തന്നെ കോൺഗ്രസിനെ സമീപിക്കാൻ തയ്യാറാവുന്നില്ല. കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബദൽ ആശയം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് പാർട്ടി സഖാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു ഓപ്ഷനായിട്ട്, ഒരു ബദലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രക്രിയ ശക്തമായിട്ട് മുമ്പോട്ട് പോകും. എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീ മധു മുല്ലശ്ശേരിക്കും മകനുമൊക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് BJP-യിൽ ചേർന്ന ബിബിൻ സി ബാബുവിന് 2.5 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നെന്നും ഇന്നലെ അതിന് FIR ഇട്ടിരിക്കുക. 2.5 വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ 2 പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ്. ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരിനിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഒരു പ്രമുഖനായിട്ടുള്ള സൈദ്ധാന്തിക മന്ത്രിക്ക് കരണക്കുറ്റിക്ക് സ്വന്തം ഭാര്യയോട് അടി കിട്ടിയെന്നുള്ളത് പാർട്ടിക്കകത്ത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ നാളെ ഇനി കൊലപാതകമോ ബലാത്സംഗമോ ശങ്കരാടി പറഞ്ഞ പോലെ വല്ല ഗർഭക്കേസോ പെണ്ണ് കേസോ ഒക്കെ അത്തരം ആളുകളെ മേൽ ചാർത്തുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടി. കയ്യൂക്കും കായബലവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ച്
പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനൊക്കെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും, തിരിച്ചടി ഉണ്ടാവും. മധു മുല്ലശ്ശേരിയുടെ രാഷ്ട്രീയ പ്രവേശം പല ആളുകളും ചോദിക്കുന്നത് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം ഇതിന്? ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ BJPയിൽ ചേരുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വലിപ്പച്ചെറുപ്പങ്ങളെ അടിസ്ഥാനമാക്കിയല്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 പാർലമെന്റ് മണ്ഡലങ്ങളും ഞങ്ങൾക്ക് നഷ്ടമായത് കേവലം 15,000-ൽ താഴെ വോട്ടുകൾക്കാണ്. 1% വോട്ടുകൾക്കാണ് തിരുവനന്തപുരം പാർലമെന്റും ആറ്റിങ്ങൽ പാർലമെന്റും കപ്പിനും ചുണ്ടിനുമിടയിൽ BJPക്ക് നഷ്ടമായത്. തീർച്ചയായിട്ടും മധു മുല്ലശ്ശേരിയെ പോലെ പ്രഗത്ഭരായിട്ടുള്ള സംഘാടകന്മാർ, ജനപ്രീതിയുള്ള